ശ്രീരാമൻ എല്ലാം തികഞ്ഞ പുരുഷനാണെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഉത്തമനായ മകൻ, ഭർത്താവ്, മിത്രം, സഹോദരൻ, അങ്ങനെ പുരുഷായുസ്സിൽ പകർന്നു നൽകേണ്ട വേഷങ്ങളിൽ തന്നെ ഉദാഹരണമായി എവിടെയും ചൂണ്ടിക്കാട്ടാൻ സാധിക്കുന്നവരാണ് ശ്രീരാമൻ. അതേ ശ്രീരാമൻ്റെ പേരിൽ അയോധ്യയിൽ ക്ഷേത്രമൊരുങ്ങുമ്പോൾ അതിൻ്റെ ഉദ്ഘാടന വേദിയിലിരിക്കാൻ എന്ത് യോഗ്യതയാണ് മോദിക്കുള്ളതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. സമൂഹത്തിലേക്ക് ഈ ചോദ്യം ആദ്യം എറിഞ്ഞത് BJP ക്യാമ്പിൽ നിന്നുള്ള നേതാവാണ്. ഇതാണ് BJPയെ ഞെട്ടിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ അതുപോലുള്ള മറ്റു പാർട്ടിക്കാരോ ആയിരുന്നെങ്കിൽ നഖശികാന്തം എതിർക്കാമായിരുന്നു. ഇത് പക്ഷേ BJP നേതാവിൽ നിന്നായിപ്പോയി എന്നതാണ് BJPക്കാരെ കുടുക്കുന്നത്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാൺ പ്രതിഷ്ഠാ പൂജ നടത്തുന്നതിനെ ചോദ്യം ചെയ്ത് BJP നേതാവായ ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമിയാണ് രംഗത്ത് വന്നത്. ഭാര്യയെ ഉപേക്ഷിച്ച നരേന്ദ്രമോദി എങ്ങനെ ഭാര്യ സീതയെ സംരക്ഷിക്കാൻ 1.5 പതിറ്റാണ്ട് യുദ്ധം ചെയ്ത ശ്രീരാമന്റെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുമെന്നതാണ് സുബ്രഹ്മണ്യ സ്വാമി സമൂഹ മാധ്യമമായ എക്സിലെ ഇതേ കുറിപ്പിൽ പറയുന്നത്. തൻ്റെ ഭാര്യ സീതയെ സംരക്ഷിക്കാൻ 1.5 പതിറ്റാണ്ട് യുദ്ധം ചെയ്തയാളാണ് ശ്രീരാമൻ. എന്നാൽ ഭാര്യയെ ഉപേക്ഷിച്ചയാളാണ് മോദി. ഇങ്ങനെയുള്ള ഒരാൾ പൂജ ചെയ്യുന്നത് ശ്രീരാമ ഭക്തന്മാർ എങ്ങനെ അനുവദിക്കുമെന്നാണ് സ്വാമി ചോദിക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ നിലപാട് ഇങ്ങനെയാണ്. അതായത് അയോധ്യയിലെ രാംലല്ല മൂർത്തിയുടെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് രാമഭക്തനായ നമുക്ക് എങ്ങനെ അനുവദിക്കാനാവും? ഇതായിരുന്നു സ്വാമിയുടെ ചോദ്യം. സ്വാമിയുടെ ഈ ചോദ്യം സംഘപരിവാർ വൃത്തങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. 2024 ജനുവരി 22 രാമക്ഷേത്രം ഭക്തർക്ക് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അതിനിടെയാണ് ഈ പുതിയ വിവാദം ആളിപ്പടരുന്നത്. 2014 ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴാണ് മോദി തൻ്റെ വിവാഹത്തെക്കുറിച്ച് നാമനിർദ്ദേശ പത്രികയിൽ ആദ്യമായി വെളിപ്പെടുത്തൽ നടത്തിയത്. അതിനു മുമ്പ് ഗുജറാത്തിൽ നിയമസഭകളിലേക്ക് മത്സരിച്ച ഒരു ഘട്ടത്തിലും മോദി വിവാഹിതനാണെന്ന കാര്യം നാമനിർദ്ദേശ പത്രികയിൽ വെളിപ്പെടുത്തിയിരുന്നില്ല. കൗമാരക്കാരനായ മോദിയെ മാതാപിതാക്കൾ നിർബന്ധിച്ചാണ് വിവാഹം കഴിപ്പിച്ചതെന്നും പ്രധാനമന്ത്രി മോദിയുടെ സഹോദരൻ സോംഭായി 2014 മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. 1968 നരേന്ദ്രമോദിയുടെ വിവാഹം നടന്നത്. പിന്നീട് ഭാര്യയെ പിരിഞ്ഞ് വീട് വിട്ടിറങ്ങി. കുറച്ചുനാൾ മോദിയുടെ വീട്ടിൽ തങ്ങിയ യശോദാബെൻ പഠനം തുടരുന്നതിന് തീരുമാനിക്കുകയായിരുന്നു. 1972 സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് പരീക്ഷ പാസ്സായതിനെ തുടർന്ന് അധ്യാപികയായി ജോലിക്ക് ചേരുകയും ചെയ്തു. 2007 ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കാലത്താണ് യശോദാബെന്നുമായുള്ള നരേന്ദ്രമോദിയുടെ വിവാഹത്തെക്കുറിച്ച് ആദ്യമായി ചർച്ചകൾ തുടങ്ങിയത്. സ്വാമി അവധൂത് രാമായണി എന്ന വ്യക്തിയാണ് മോദിയുടെ വിവാഹത്തിൻ്റെ കഥ ആദ്യമായി ലോകത്തോട് വിളിച്ചു പറയുന്നത്. എന്നാൽ സ്വാമി രാമായണിക്ക് വിവാഹം സംബന്ധിച്ച തെളിവുകളൊന്നും ഹാജരാക്കാനും സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കഥകൾ ആരും മുഖവിലക്ക് എടുത്തതുമില്ല. സംഘപരിവാർ സംഘടനകളും നേതാക്കളും രാമായണിക്കെതിരെ ശക്തമായി തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. പിന്നീടാണ് കഥകൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നത്. എന്നാലും രാമക്ഷേത്ര ഉദ്ഘാടന വേളയിലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും മോദിയെ മാറ്റി നിർത്തണമെന്ന മുറവിളി സംഘപരിവാർ സംഘടനകൾ ഉയർത്തിക്കഴിഞ്ഞു.